100 മുസ്ലിങ്ങളെ കൊന്ന ഒരാൾക്ക് എങ്ങനെ പുറത്തു കൊടുക്കാനാവും? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സുഫിയാന് പുറത്തു കൊടുത്തതുപോലെ എന്നതാണ് മറുപടി. അതെ, 100 മുസ്ലിങ്ങളെ പലപ്പോഴായിട്ട് യുദ്ധത്തിലും മറ്റുമൊക്കെയായി കൊന്നുകളഞ്ഞ അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കഥയാണിന്ന്. ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ പത്തിമടക്കി അതേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കഥ. ഹർബ് ബിൻ ഉമയ്യ എന്ന സമ്പന്നനായ നേതാവായ പ്രമുഖ കുടുംബത്തിലെ അതേ മകനായിട്ടാണ് അബൂ സുഫിയാൻ എന്ന സൊഹർ ബിൻ ഹർബ് ജനിക്കുന്നത്. സുഫിയാൻ മകൻ്റെ പേരായിരുന്നു, അതിനോട് ചേർത്തിട്ടാണ് അബൂ സുഫിയാൻ എന്ന പേര് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. യുവാവായിരിക്കെ തന്നെ പിതാവിൻ്റെ കച്ചവട സംഘത്തോടൊപ്പം പല നാടുകളിലേക്ക് പോവുകയും അങ്ങനെ കച്ചവടം തുടങ്ങുകയും വലിയ ശതകോടീശ്വരനായിട്ട് മാറുകയും ചെയ്യുകയാണ് ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ. 7 ഭാര്യമാരായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതിലൊന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹുദ് യുദ്ധത്തിൽ വെച്ച് വധിച്ച് കരള് പഠിച്ച് തുപ്പിയ ഹിന്ദായിരുന്നു. മറ്റൊന്ന് സൊഫിയ ബിൻ അബ്ദുൽ ആസ്, അബൂ സുഫിയാൻ്റെ സഹോദരിയായിരുന്നു ഖുർആൻ പേരെടുത്ത് ശപിച്ച അബൂ ലഹബിൻ്റെ ഭാര്യ. കുടുംബം ഒന്നടങ്കം ഇസ്ലാമിനെ ഒരേ സ്വരത്തിൽ എതിർക്കാനും പ്രവാചകനെ ഒരു തക്കം കിട്ടിയാൽ വധിച്ചു കളയാനും കാത്തിരുന്നവർ. അവിടേക്കാണ് ഇസ്ലാമിൻ്റെ പ്രകാശം ധാരധാരയായി ഒഴുകിയെത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിൻ്റെ 20 വർഷം മുൻപാണ് സൊഹർ ബിൻ ഹർബ് എന്ന അബൂ സുഫിയാൻ മക്കയിൽ ജനിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം 20 വർഷത്തിന് ശേഷം അവർ മദീനയിൽ വെച്ചിട്ട് വഫാത്താവുകയും ചെയ്യുന്നു. അത്രയും സുദീർഘമായ ജീവിതമായിരുന്നു അബൂ സുഫിയാൻ്റേത്. കച്ചവടമാണ് ജീവിതമാർഗം എന്നുള്ളത് കൊണ്ട് തന്നെ ഷാമിലേക്കും സിറിയയിലേക്കും ഫലസ്തീനിലേക്കും ഡമസ്കസിലൊക്കെ ആദ്യകാലം മുതലേ അദ്ദേഹത്തിൻ്റെ സഞ്ചാരപഥങ്ങളായിരുന്നു. അവിടേക്കെല്ലാം കച്ചവടാവശ്യത്തിന് പോവുകയും അവിടെ ഉണ്ടായിരുന്ന പാവങ്ങളെ പലപ്പോഴായിട്ട് അദ്ദേഹം ചാരിറ്റിയിലൂടെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല സ്വഭാവം കൂടെ അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. പൊതുവെ നമ്മൾ പറയുമ്പോൾ അബൂജഹലിനെ പോലെ അല്ലെങ്കിൽ അബൂ ലഹബിനെ പോലെ ഉത്ബയെ പോലെയൊക്കെ അക്രമപരമായ ഒരു ശത്രു ആയിരുന്നില്ല അബൂ സുഫിയാൻ എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുച്ചൂടും എതിർത്തിരുന്നെങ്കിൽ പോലും അക്രമപരമായ അല്ലെങ്കിൽ നീചമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിലേക്ക് കുടൽമാലയിടുക, പ്രവാചകനെ ആക്രമിക്കുക, അത്തരത്തിലൊന്നും ഒരു ശത്രുത അബൂ സുഫിയാൻ ഇല്ലായിരുന്നു. അദ്ദേഹം വളരെ യുക്തിപൂർണമായി കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ മക്കയിൽ നിന്നും മാറ്റാം എന്നതിനെ പറ്റിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ. ആ തരത്തിലൊരു ശത്രുവായിരുന്നു അബൂ സുഫിയാൻ. ഖുറൈശികളിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ 3 ആളുകൾ എണ്ണുന്നതിൽ അതിലൊന്നാമതായിട്ട് അബൂ സുഫിയാൻ എണ്ണാറുണ്ട്. രണ്ടാമതായിട്ട് അബുൽ ഹക്കം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, പിന്നീട് ഇസ്ലാം മതത്തിന് ശേഷം അബൂ ജഹൽ എന്ന് വിളിച്ച അബൂ ജഹലും, മൂന്നാമതായിക്കൊണ്ട് ഉത്തുബയുമായിരുന്നു ആ ഖുറൈശികളിലെ ബുദ്ധിമാന്മാർ എന്ന് വിളിച്ചിരുന്ന 3 ആളുകൾ. അതുകൊണ്ട് തന്നെ അത്രയും യുക്തിഭദ്രമായിക്കൊണ്ട് ഇസ്ലാമിനെ എതിർക്കുക എന്നതായിരുന്നു അബൂ സുഫിയാൻ്റെ മുന്നിലുണ്ടായിരുന്ന മാർഗവും ലക്ഷ്യവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് ഒരു ഇസ്ലാം സ്വീകരണം ഉണ്ടാവുന്നു എന്നുള്ളത് അദ്ദേഹത്തെ ഞെട്ടിപ്പിച്ച വസ്തുതയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൾ റംല എന്നറിയപ്പെടുന്ന ഉമ്മു ഹബീബ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായിട്ടാണ് പിന്നീട് അവർ കടന്നു വരുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. ആ ഉമ്മു ഹബീബ അവരുടെ ഭർത്താവായിരുന്ന ഉബൈദുല്ലാ ബിൻ ജഹ്ഷിൻ്റെ കൂടെ അവർ ഇസ്ലാം സ്വീകരിക്കുകയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് അബ്സീനിയ പലായനത്തിന് വേണ്ടിയിട്ട് അവർ അബ്സീനിയയിലേക്ക്, എത്യോപ്യയിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു. അബ്സീനിയയിലെത്തി കാലങ്ങൾ കഴിഞ്ഞതോടുകൂടെ ഈ അബ്ദുല്ലാഹിബിൻ ജഹ്ഷിന് കാര്യമായിട്ടുള്ള മനംമാറ്റങ്ങൾ ഉണ്ടാവുന്നു. ശേഷം അദ്ദേഹം അവിടെയുള്ള ക്രിസ്ത്യൻസിനെ കണ്ടിട്ട് അവരുടെ മതം സ്വീകരിക്കുകയാണ്. ശേഷം ഈ ഉമ്മു ഹബീബ തനിച്ചാവുകയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉബൈദുല്ലാഹിബിൻ ജഹ്ഷ് മരണമടയുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയായി അബ്സീനിയയിലേക്ക് വന്ന, പിന്നീട് ഭർത്താവിൻ്റെ മതം മാറ്റവും ശേഷം വിയോഗവും മൂലം ഒറ്റപ്പെട്ട ഉമ്മു ഹബീബ തൻ്റെ ജന്മനാടിൽ നിന്നും പിതാക്കളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നൊക്കെ വേറെ വിദൂരമായ ഒരു നാട്ടിൽ വിധവയായിക്കൊണ്ട് ഒറ്റക്കായിക്കൊണ്ട് തീർത്തും ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിവാഹം ചെയ്യുന്നത്, നിക്കാഹ് ചെയ്യുന്നത്. നജ്ജാശി രാജാവിന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കത്ത് കൊടുത്തയക്കുകയും അതുവഴി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്സീനിയയിൽ എത്താതെ പോലും വിദൂരതയിൽ വെച്ചുകൊണ്ട് നജ്ജാശി രാജാവിൻ്റെ കീഴിൽ വെച്ചുകൊണ്ടാണ്
ഈ ഉമ്മു ഹബീബ അഥവാ റംല എന്ന അബൂ സുഫിയാൻ്റെ മകളുമായിട്ടുള്ള പ്രവാചകൻ്റെ നിക്കാഹ് അവിടെ വെച്ച് അബ്സീനിയയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. അതോടുകൂടെ പ്രവാചകൻ്റെ സംരക്ഷണത്തിലായി ആ നജ്ജാശി രാജാവ് ആ ഉമ്മു ഹബീബയെ പിന്നീട് അങ്ങോട്ട് സംരക്ഷിക്കുകയാണ്. 400 ദീനാർ നജ്ജാശി രാജാവ് മഹർ കൊടുത്തിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിക്കാഹ് നടക്കുന്നത്. ഈ വിവരം പറഞ്ഞ അബൂ സുഫിയാന് ഒരു സന്തോഷ വാർത്തയായിരുന്നു സത്യത്തിൽ അത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കുന്നുണ്ട് എങ്കിൽ പോലും സത്യസന്ധനായ കുടുംബ മഹിമകളുള്ള പ്രവാചകന്റെ കുടുംബത്തിലേക്ക് തൻ്റെ മകൾ വധുവായിട്ട് ചെല്ലുക എന്നുള്ളത് അബൂ സുഫിയാനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനിക്കാവുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള എതിർപ്പുകളൊന്നും അബൂ സുഫിയാൻ ആ വേളയിൽ നടത്തുന്നില്ല. എക്കാലത്തും കുടുംബ മഹിമകൾ തലയിൽ വെച്ച് നടന്നിരുന്ന അബൂ സുഫിയാനെ സംബന്ധിച്ചിടത്തോളം ഖുറൈശികളിലെ ബനൂ ഹാഷിമുകളിലേക്ക് പ്രവാചകന്റെ ഭാര്യയായിട്ട് തൻ്റെ മകൾ കടന്നു ചെല്ലുക എന്നുള്ളത് അദ്ദേഹത്തിനും അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൻ്റെ ശത്രുവായിരുന്നിട്ട് പോലും ആ വിവാഹത്തിനെ അബൂ സുഫിയാൻ എതിർക്കാതിരുന്നത്. ചരിത്രത്തിൽ അബൂ സുഫിയാനെ നമ്മൾ പിന്നീട് കാണുന്നത് ബദർ യുദ്ധവേളയിലാണ്. ആ യുദ്ധത്തിൻ്റെ മൂല കാരണം തന്നെ അബൂ സുഫിയാൻ ആയിരുന്നു എന്നുള്ളതാണ്. അബൂ സുഫിയാൻ മക്കയിൽ നിന്ന് മുസ്ലിങ്ങളെല്ലാം ഹിജറ ചെയ്ത് പലായനം ചെയ്ത് അവരുടെ സമ്പത്തുകളെല്ലാം മക്കയിൽ ഉപേക്ഷിച്ച് മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. ശേഷം ഈ സമ്പത്തുകളെല്ലാം എടുത്തിട്ട് മക്കയിലുണ്ടായിരുന്ന ആളുകളുടെയും ഖുറൈശികളുടെ എല്ലാവരുടെയും സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ചരിത്രത്തിലെ വലിയൊരു കച്ചവട സംഘം അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലേക്ക് സിറിയയിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് അവർ വലിയ ആ കച്ചവട സംഘവുമായിട്ട് സാധനങ്ങൾ വാങ്ങലും വിൽക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവിധ ലാഭങ്ങളുമായിട്ട് അവർ തിരിച്ചു വരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ കച്ചവട സംഘങ്ങളിൽ ഒന്നായിരുന്നു അബൂ സുഫിയാൻ എന്ന് നയിച്ചത്. ആ കച്ചവട സംഘങ്ങളുമായിട്ട് തിരിച്ചു വരുന്ന അബൂ സുഫിയാൻ ഏകദേശം മക്ക ഖുറൈശികളുടെ എല്ലാ വീട്ടുകളിൽ നിന്നുള്ള ഒരു ഷെയർ ആ കച്ചവട സംഘത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 50,000 ദീനാറായിരുന്നു ആ കച്ചവട സംഘത്തിൻ്റെ മൂല്യം എന്നുള്ളത്. മാത്രമല്ല 1000-ലധികം ഒട്ടകങ്ങളും ആ കച്ചവട സംഘത്തിലുണ്ടായിരുന്നു. ആ മുസ്ലിങ്ങളുടെ അടക്കം പങ്കുള്ള ആ കച്ചവട സംഘത്തിൽ നിന്ന് ഒരു പങ്ക് മുസ്ലിങ്ങൾക്ക് കൈയടക്കാൻ വേണ്ടിയിട്ട്, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം വരുന്ന വഴിയിലേക്ക് ഒരു സംഘത്തെ പറഞ്ഞയക്കുകയാണ്. അതിലേറ്റവും വലിയ കാര്യം എന്തെന്ന് വെച്ചാൽ ഇത്രയും വലിയ ഈ കച്ചവട സംഘത്തിനെ സംരക്ഷിക്കാൻ വെറും 40 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൂടിയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ചെല്ലുക, അവരുടെ ഒരു പങ്ക് ചോദിച്ച് തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടെ കൂടിയിരുന്ന അനുചരരൊക്കെ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ പ്രവാചകനും സംഘവും തങ്ങളുടെ ഈ സംഘത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നുണ്ട് എന്ന വാർത്ത അബൂ സുഫിയാൻ അറിയുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ആ ആളുകൾ അവിടേക്ക് പറഞ്ഞയക്കുന്നത്. വെറും 313 ആളുകൾ മദീനയിൽ നിന്ന് കൃത്യം 150 കിലോമീറ്ററുകളുള്ള ബദറിലാണ് ആ അബൂ സുഫിയാൻ്റെ സിറിയയിൽ നിന്ന് വരുന്ന സംഘം ഒരുമിച്ച് കൂടുക. അവിടേക്കാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 313 ആളുകളെ പറഞ്ഞയക്കുന്നത്. 3 ആളുകൾക്ക് ഒരൊട്ടകം, കുതിരകളൊന്നുമില്ല, കാര്യമായിട്ട് ആക്രമിക്കാൻ പോകുന്ന ആയുധങ്ങൾ പോലും ഇല്ലാതിരുന്ന ഒരു സംഘത്തെ ആണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കച്ചവട സംഘത്തിന് നേരെ പറഞ്ഞയക്കുന്നത്. മക്കയിൽ നിന്ന് 300 കിലോമീറ്ററാണ് അന്ന് ബദറിലേക്കുള്ളത്. പക്ഷേ അബൂ സുഫിയാൻ ഈ വാർത്ത അറിയുകയും ഒരു ദൂതനെ പെട്ടെന്ന് തന്നെ മക്കയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നു. ലംലം എന്നായിരുന്നു ആ ദൂതൻ്റെ പേര്. ആ ലംലം ചെയ്ത വലിയൊരു പാതകമാണ് ബദർ യുദ്ധത്തിലേക്ക് മുസ്ലിങ്ങളെയും മുശ്രിക്കുകളെയൊക്കെ വലിച്ചയച്ചതെന്ന ആ ലംലമിനെ പറഞ്ഞയച്ചു. ലംലം വളരെ നാടകീയമായിട്ടാണ് മക്കയിലേക്ക് ചെല്ലുന്നത്. തൻ്റെ ഒട്ടകത്തിൻ്റെ മൂക്കും ചെവിയൊക്കെ അരിഞ്ഞ് തൻ്റെ വസ്ത്രങ്ങളെല്ലാം കീറിപ്പറിച്ച് രക്തമൊക്കെ ആക്കി അത്രയും നാടകീയമായി കൊണ്ടാണ് ലംലം അലറിക്കരഞ്ഞുകൊണ്ട് മക്കയിലേക്ക് ചെല്ലുന്നത്. മുഹമ്മദും സംഘവും നമ്മുടെ ആ വലിയ കച്ചവട സംഘത്തെ ആക്രമിച്ചു എന്ന പേരിൽ ഖുറൈശികൾ കൊന്നടങ്കം ദേഷ്യം വരുന്നു. കാരണം ഖുറൈശികളുടെ എല്ലാവരുടെയും ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള വലിയ സംഖ്യയായിരുന്നു. 50,000 ദീനാർ വരുന്ന വലിയ കച്ചവട സംഘമാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്, അതും മുസ്ലിങ്ങളാൽ. അതുകൊണ്ട് അബൂജഹലിൻ്റെ കീഴിലുള്ള ഉത്ബയുടെയും ഷൈബയുടെയും കീഴിലുള്ള 1000 ആളുകളാണ് അന്ന് വളരെ യുദ്ധ സജ്ജീകരണങ്ങളോടുകൂടെ ബദറിലേക്ക് പുറപ്പെടുന്നത്. ആ കാലയളവിൽ മക്കയിലെ ആളുകൾ കാണുന്ന വലിയൊരു സ്വപ്നത്തിൻ്റെ മനോഹരമായ കഥയൊക്കെ ബദർ വളരെ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. നമ്മൾ വളരെ ചുരുക്കി അതിനെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ബദറിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപം നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ തവണ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ വിശദ വിവരങ്ങൾ ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ്. അങ്ങനെ അബൂജഹലിൻ്റെ കീഴിലുള്ള 1000 ആളുകൾ അടങ്ങുന്ന ആ സംഘം ബദറിലേക്ക് മാർച്ച് ചെയ്യുകയും, പക്ഷേ അതേ സമയത്ത് അബൂ സുഫിയാൻ വളരെ തന്ത്രപരമായിക്കൊണ്ട് തൻ്റെ ആ കച്ചവട സംഘത്തെ ദിശ മാറ്റിക്കൊണ്ട്
റെഡ് സീയുടെ ഭാഗത്തിലൂടെ കോസ്റ്റൽ ഏരിയകളിലൂടെ മക്കയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. ആ സമയത്ത് ഒരു ദൂതനെ വീണ്ടും അബൂ സുഫിയാൻ അയക്കുന്നുണ്ട്, നിങ്ങൾ ഒന്നും വരേണ്ടതില്ല, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ സംയമനത്തോടു കൂടെ നിൽക്കുക, കച്ചവട സംഘം രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അബൂ സുഫിയാൻ സംഘവും മറ്റൊരു വഴി സ്വീകരിച്ചുകൊണ്ട് മക്കയിലേക്ക് പോരുന്നുണ്ട്. പക്ഷേ ആ ദൂതൻ മക്കയിൽ എത്തുമ്പോഴേക്കും ഇവർ യുദ്ധസജ്ജീകരണത്തോടു കൂടെ പുറപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയൊരു തിരിച്ചുപോക്കില്ല എന്നും, നമ്മൾ ഇത്രയും വലിയ സംഖ്യബലമുള്ള ആളുകളുണ്ട്, ഇത് നമ്മുടെ ശക്തി കാണിച്ചു കൊടുക്കാനുള്ള അപൂർവമായ അവസരമാണ്, ആദ്യത്തെ യുദ്ധമാണ്, അതുകൊണ്ട് ഇനിയൊരു തിരിച്ചുപോക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹലും മുത്തുബയും ഷെയ്ബയും ഒക്കെ ബദറിലേക്ക് പുറപ്പെട്ടു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരരും അബൂ സുഫിയാൻ വരുന്നതും കാത്താണ് ബദറിൽ നിൽക്കുന്നത്. പക്ഷേ അബൂ സുഫിയാൻ മറ്റൊരു വഴി പോയത് അവരറിയുന്നില്ല. പിന്നീടാണ് അവിടേക്ക് ഈ 1000-ഓളം വരുന്ന വലിയ സുശക്തമായ സൈന്യം യുദ്ധത്തിന് വേണ്ടിയിട്ട് എത്തുന്നത്. അബൂ സുഫിയാൻ വളരെ സുരക്ഷിതമായിട്ട് മക്കയിൽ എത്തുന്നുണ്ട് എങ്കിൽ പോലും അബൂജഹലും ഉത്ബയും ഷെയ്ബയും അവരുടെ പ്രമുഖ നേതാക്കളെല്ലാവരും ബദറിൽ വെച്ച് യുദ്ധത്തിൽ പോരാടി ജീവൻ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആ ബദർ യുദ്ധം അവിടെ അവസാനിക്കുകയും അബൂ സുഫിയാൻ അടക്കമുള്ള ഖുറൈശികൾക്ക് അതൊരു വലിയ തലവേദനയും വലിയ ആഘാതവും സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അബൂ സുഫിയാന്റെ മകനായിരുന്ന അമ്ർ ബിൻ അബി സുഫിയാനെയൊക്കെ ഇവര് ബന്ദിയാക്കി പിടിച്ചു വെച്ചിരുന്നു. മുസ്ലിങ്ങളുടെ കുറച്ച് ആളുകളെ അവിടെ ബന്ദിയാക്കി മക്ക മുസ്ലിങ്ങൾ പിടിച്ചു വെച്ചിരുന്നു. അവരെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഈ അമ്രിനെ എക്സ്ചേഞ്ച് ആയിക്കൊണ്ട് ഇവർ വെറുതെ പൈസ ഒന്നും വാങ്ങാതെ വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ ചരിത്രത്തിൽ. ആ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു കച്ചവട കാരവാനായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധത്തിലേക്ക്, അഥവാ ബദർ യുദ്ധത്തിലേക്ക് മുസ്ലിങ്ങളെയും ഖുറൈശികളെയൊക്കെ എത്തിക്കുന്നത്. ബദർ യുദ്ധത്തിലേറ്റ വലിയ തോൽവിക്ക് തിരിച്ചടിയായിട്ടാണ് പിന്നീട് ഉഹുദ് യുദ്ധത്തിനുള്ള വിളിയാളങ്ങൾ അവർ തേടി എത്തുന്നത്. അന്ന് ഇതിലും വലിയ സുശക്തമായ പടയുമായിട്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഉഹദിലേക്ക് പുറപ്പെടുന്നു. അവർ 2 സംഘങ്ങളായിട്ടാണ് ആ യുദ്ധത്തെ സ്വീകരിക്കുന്നത്. ഇക്രിമ ബിൻ അബൂ ജഹലിന്റെ കീഴിലുള്ള ഒരു സംഘവും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലുള്ള ഒരു സംഘവും. ഇവർ രണ്ടുപേരും പിന്നീട് മുസ്ലിമായി ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വരുന്ന മനോഹരമായ ചരിത്രം നമ്മൾ തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഇവരുടെ കീഴിലുള്ള 2 സംഘങ്ങളായിട്ട് ഉഹദിലേക്ക് പുറപ്പെടുന്നു. ഉഹദിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലമുകളിൽ നിർത്തിയിരുന്ന അമ്പെയ്ത്തുകാർ ഇറങ്ങി വരികയും ആ മലമുകളിലൂടെ കയറിയ തന്ത്രശാലിയായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ രംഗം മുഴുവനും കൈയടക്കുകയും മുസ്ലിങ്ങളെ മുഴുവനും ആ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. യുദ്ധം വിജയിച്ചതിന് ശേഷം അബൂ സുഫിയാൻ മുസ്ലിങ്ങളോട് ഉറക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, മുഹമ്മദ് ജീവിച്ചിരിപ്പുണ്ടോ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്. പക്ഷേ സ്വഹാബത്തിനോട് നിശബ്ദമായിട്ട് മറുപടി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. പിന്നീട് ചോദിക്കുന്നു, അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഉമർ ജീവിച്ചിരിപ്പുണ്ടോ? അതോടുകൂടെ ആരും ഒന്നും മിണ്ടാതായപ്പോൾ അവരെല്ലാവരും ഷഹീദായിട്ടുണ്ട്. അതോടുകൂടെ അബൂ സുഫിയാൻ തൻ്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇക്രിമ ബിൻ അബൂ ജഹലിൻ്റെ അടുത്ത് വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടിയിട്ട് പറയുന്നുണ്ട്, ഇത് ബദറിലേറ്റ നമ്മുടെ തോൽവിക്കുള്ള മറുമരുന്നാണ്. ഇക്രിമയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പിതാവിനെ പോലും അബൂ ജഹലിനെ പോലും നഷ്ടപ്പെട്ട യുദ്ധമായിരുന്നു ബദർ എന്നുള്ളത്. മാത്രമല്ല ഉഹുദ് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഹിന്ദ് എന്ന തൻ്റെ ഭാര്യ ഈ യുദ്ധത്തിനെങ്ങാനും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇനി വീട്ടിലേക്ക് വരരുത് എന്നതായിരുന്നു അബൂ സുഫിയാനോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും ആ യുദ്ധത്തിൽ വിജയിച്ച് അഭിമാനം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു അബൂ സുഫിയാന് മുന്നിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു വഴി. മാത്രമല്ല തൻ്റെ പിതാവിനെയും സഹോദരനെയൊക്കെ കൊന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഹിന്ദും തൻ്റെ അടിമയായിരുന്ന വഹ്ഷി എല്ലാവരും ചേർന്നുകൊണ്ട് മൃഗീയമായി കൊലപ്പെടുത്തി കരൾ കടിച്ച് ചവച്ച് തുപ്പിയ സംഭവമെല്ലാം നമ്മളെ തേടി വരുന്നത് ഇതേ ഉഹുദ് യുദ്ധത്തിൽ നിന്നാണ്. പിന്നീട് അബൂ സുഫിയാൻ നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് ഹുബൈബ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലാണ്. അദ്ദേഹത്തെ ബന്ദിയാക്കുകയും വധിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ അബൂ സുഫിയാനാണ് ഹുബൈബ് തങ്ങളോട് പറയുന്നത്, ഹുബൈബ്, നിന്നെ ഞങ്ങൾ വെറുതെ വിടാം, നീ ഒന്നും ചെയ്യണ്ട, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആവുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടാൽ മതി, മുഹമ്മദിനെ ഇവിടെ കൊണ്ടുവന്ന് തരുകയൊന്നും വേണ്ട, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആവുന്നത് നീ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ നിന്നെ വെറുതെ വിടാമെന്നായിരുന്നു അബൂ സുഫിയാൻ പറഞ്ഞത്. ആ സമയത്ത് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടതാണ്. എൻ്റെ ഹബീബിൻ്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല, പിന്നെയാണോ ഇവിടെ പ്രവാചകൻ നിൽക്കുന്നത് എന്നതായിരുന്നു ഹുബൈബ് തങ്ങളുടെ മറുപടി. ആ സമയത്ത് അബൂ സുഫിയാൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്, വല്ലാഹി മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. മുഹമ്മദിനെ അവിടുത്തെ അനുചരർ സ്നേഹിക്കുന്നത് പോലെ ഒരു നേതാവിനെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉമർ തങ്ങളുടെ ചരിത്രത്തിലും ഇതുപോലെ പ്രവാചകനെ സ്നേഹിക്കുന്ന സ്വഹാബത്തിനെ പറ്റി വിദൂര നാടുകളിൽ നിന്ന് വന്ന ദൂതന്മാർ പോലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ വാക്യമാണ് ഹുബൈബ് തങ്ങളോട് അബൂ സുഫിയാനും മറുപടി പറയുന്നത്, വല്ലാഹി മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ
കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. ചരിത്രത്തിലെ മനോഹരമായ ആ വാക്യം അബൂ സുഫിയാൻ പറയുന്നുണ്ട് അവിടെ. പിന്നീട് ഹന്തക് യുദ്ധത്തിന്റെ വേളയിലും മുശ്രിക്കീങ്ങളുടെ നേതാവായി കൊണ്ട് എത്തുന്നത് അബൂ സുഫിയാനാണ്. മദീനയെ പൂർണ്ണമായിട്ട് ഉപരോധിക്കുകയും മദീനയിലേക്ക് കടക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ കിടങ്ങിന് മുന്നിൽ അവർ പകച്ചു നിൽക്കുകയും ശേഷം അമ്പയത്തിലൂടെ കീഴ്പ്പെടുത്താനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന സംഭവിക്കുകയും അത് അവർക്ക് വിപത്തായിട്ട് സംഭവിക്കുകയും സുശക്തമായ കാറ്റടിച്ച് വീശുകയും അവർ പിന്നീട് പിന്തിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന സംഭവമാണ് ഹന്തക് യുദ്ധം നമ്മോട് പറയുന്നത്. ആ ഹന്തക് യുദ്ധത്തിന്റെ വേളയിൽ അബൂ സുഫിയാൻ കൊല്ലപ്പെടുന്നതിന്റെ വക്കിലെത്തിയിരുന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മോട് പറയുന്നത്. പലതവണ പല യുദ്ധവേളകളിലൊക്കെയും അദ്ദേഹം ഇതുപോലെ കൊല്ലപ്പെടുന്നതിൻ്റെ വക്കിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും അള്ളാഹു അവരെ സംരക്ഷിച്ചത് ആ ഇസ്ലാമിൻ്റെ മനോഹരമായ ആശയാദർശങ്ങൾ അദ്ദേഹത്തിലേക്ക് ഒരു ദിവസം എത്തും എന്നുള്ളത് കൊണ്ടുകൂടെയാണ്. ബുഖാരിയിലെ നമ്മൾ മനോഹരമായ ഒരു ഹദീസ് നമ്മൾ വായിക്കുന്നത് ഈ അബൂ സുഫിയാനുമായിട്ടുള്ള ഹിർക്കലിൻ്റെ സംഭവമാണ്. ഒരിക്കൽ അദ്ദേഹം കച്ചവട ആവശ്യാർത്ഥം ജെറുസലേമിലേക്ക് പുറപ്പെടുന്ന വേളയിലായിരുന്നു അത്. അവിടെ എത്തി ആ സമയത്ത് തന്നെയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജെറുസലേമിലെ ഭരണാധികാരിയായിരുന്ന രാജാവായിരുന്ന ഹിർക്കലിന് ദൂതർ മുഖേന ഒരു കത്ത് കൊടുത്തയക്കുന്നത്. ആ കത്ത് വായിച്ച ഹിർക്കൽ ചോദിക്കുന്നു, ആ മക്കയിൽ നിന്നുള്ള ആ നാട്ടിൽ നിന്നുള്ള ആരെങ്കിലും ഇവിടെ കച്ചവടത്തിനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം എന്ന് പറയുന്നു. ഉടനടി ഈ അബൂ സുഫിയാനെ കൊട്ടാരത്തിൽ ഹാജരാക്കുകയാണ്. ആ അബൂ സുഫിയാനെ വിളിച്ചിട്ട് പറയുന്നു, എനിക്ക് നിങ്ങളുടെ നാട്ടിലെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. അവിടെ പ്രവാചകനാന്ന് വാദിച്ചുകൊണ്ട് മുഹമ്മദ് എന്നൊരാൾ വന്നിട്ടില്ലേ, അദ്ദേഹത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. കളവ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പിറകിൽ നിൽക്കുന്ന ആളുകൾ അവർ പറയും. അതുകൊണ്ട് തന്നെ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവനോടെ ഈ കൊട്ടാരം വിട്ട് പോവുകയില്ല. ഞാൻ ചോദിക്കുന്നതിനെല്ലാം സത്യസന്ധമായ മറുപടി പറയണമെന്നാണ് ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനോട് പറയുന്നത്. ഉടനടി ചോദിക്കുന്നതിനെല്ലാം സത്യം പറയുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷനും അബൂ സുഫിയാന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. അത്രയും കൊടിയ ശത്രുവായിരുന്ന ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ ഇസ്ലാമിനെ പറ്റിയും പ്രവാചകനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. ഹിർക്കൽ അബൂ സുഫിയാനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവരുടെ ബന്ധുവാണോ? അബൂ സുഫിയാൻ പറയുന്നു, അതെ, ഞങ്ങൾ അകന്ന ബന്ധത്തിൽപ്പെട്ട ആളുകളാണ്. അദ്ദേഹം ജനിച്ചിട്ട് പിന്നീട് കളവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അബൂ സുഫിയാൻ പറയുന്നു, ഇല്ല, ജനിച്ചിട്ട് ഇന്ന് വരെ അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ല. അൽ അമീൻ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് പോലും. അത്രയും സത്യസന്ധനായ മനുഷ്യനാണ് മുഹമ്മദ് എന്ന് പറയുന്നു. പിന്നീട് ഹിർക്കൽ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബ വംശ പരമ്പരകളെ പറ്റിയാണ്. അബൂ സുഫിയാൻ മറുപടി പറയുന്നുണ്ട്, ഇത്രയും പവിത്രമായ ഖുറൈശി കുടുംബത്തിലാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിട്ടുള്ളത്. ഹിർക്കൽ ചോദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് മുൻപ് ഇതുപോലെ ആരെങ്കിലും പ്രവാചകത്വം വാദിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല എന്ന് മറുപടി പറയുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ മുൻപാരെങ്കിലും രാജാക്കന്മാരോ പ്രഭുക്കളോ ഭരണാധികാരികളോ ഒക്കെ ആയിരുന്നു? അതിനും അദ്ദേഹം അല്ല എന്ന് തന്നെ സത്യസന്ധമായ മറുപടി പറയുന്നുണ്ട്. അദ്ദേഹത്തെ പിന്തുടർന്നിരിക്കുന്ന ആളുകൾ കൂടുതലും പ്രമുഖരായ പ്രഭുക്കളായ കുടുംബക്കാരാണോ അതോ പാവപ്പെട്ട അടിമകളായ മനുഷ്യരാണോ? അബൂ സുഫിയാൻ പറയുന്നു, അധികവും ദരിദ്രരായ പാവപ്പെട്ട അടിമകളായ ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ കൂടുകയാണോ കുറയുകയാണോ? അബൂ സുഫിയാൻ പറയുന്നു, അത് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. അവരിൽ വിശ്വസിച്ച ആരെങ്കിലും പിന്നീട് അത് നിഷേധിച്ച് പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല, അദ്ദേഹത്തെ വിശ്വസിച്ച ആരും പിന്നീട് ആ മതം ഉപേക്ഷിക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം ഇതിനു മുമ്പ് കളവ് പറയുകയോ വാഗ്ദാന ലംഘനങ്ങൾ നടത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിനൊക്കെയും അബൂ സുഫിയാൻ ഇല്ല എന്ന് സത്യസന്ധമായ മറുപടി തന്നെ പറയുന്നു. നിങ്ങൾ അവരുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ടോ? അതെ, ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. അതിലെന്തായിരുന്നു സ്ഥിതി? ചിലപ്പോൾ ഞങ്ങൾ വിജയിക്കും, ചിലപ്പോൾ മുസ്ലിങ്ങൾ വിജയിക്കും. ഏത് ദൗത്യത്തിലേക്കാണ്, എന്ത് ആശയത്തിലേക്കാണ് അദ്ദേഹം നിങ്ങളെ ക്ഷണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അബൂ സുഫിയാൻ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെല്ലാം അതുപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏകനായ ദൈവത്തെ ആരാധിക്കണം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലാൻ പാടില്ല, അതിഥികളെ സൽക്കരിക്കണം, അയൽവാസികളെ ബഹുമാനിക്കണം തുടങ്ങിയ സൽക്കർമ്മങ്ങൾ മാത്രമാണ് അദ്ദേഹം കൽപ്പിക്കുകയും ചെയ്യുന്നത്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം സത്യസന്ധമായി തന്നെ അബൂ സുഫിയാൻ ഹിർക്കൽ രാജാവിനോട് പറയുന്ന സംഭവം ഹദീസ് നമുക്ക് ബുഖാരി ഇമാമിൻ്റെ റിപ്പോർട്ടിൽ വായിച്ചെടുക്കാനാവും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഈ ഹുദൈബിയ സന്ധിയിൽ അബൂ സുഫിയാനാണ് പിന്നീട് ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾക്കെല്ലാം ഒത്തുതീർപ്പ് വരുത്തുന്നതൊക്കെ. ഹുദൈബിയ സന്ധി നിലവിൽ വന്നതോടുകൂടെ മുസ്ലിങ്ങൾക്കിടയിലും ഖുറൈശികൾക്കിടയിലും വലിയൊരു സമാധാനത്തിൻ്റെ പ്രതീതിയും അതിൻ്റെ ശുഭപ്രതീക്ഷകളൊക്കെയാണ് ഉണ്ടാവുന്നത്. കാരണം പരസ്പരം അക്രമങ്ങളോ വേർതിരിവുകളോ ഒന്നുമില്ലാതെ വളരെ സന്തോഷത്തിലേക്കാണ് ചെന്ന് കയറുന്നത്. സത്യത്തിൽ ഹുദൈബിയ സന്ധി ആദ്യകാലത്തെല്ലാം സ്വഹാബത്ത് പോലും എതിർത്തിരുന്ന സന്ധിയായിരുന്നു. പക്ഷേ
അത് എങ്ങനെയാണ് പിന്നീട് ഫത്ത് മക്ക എന്ന വലിയ വിജയത്തിലേക്ക് പോലും മുസ്ലിങ്ങൾ എത്തിച്ചത് എന്ന് ഹുദൈബിയ സന്ധിയെപ്പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. ആ സന്ധി നിലനിൽക്കെയാണ് മക്ക മുശ്രിക്കുകൾ വലിയൊരു അബദ്ധത്തിൽ ചെന്നപ്പെടുന്നത്. ഇങ്ങനെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഖുറൈശികൾ സപ്പോർട്ട് ചെയ്യുന്ന ബനൂ ബക്കർ ഗോത്രക്കാർ അവർ മുസ്ലിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ബനൂ ഖുസാ ഗോത്രക്കാരുമായിട്ടൊരു യുദ്ധത്തിൽ ഏർപ്പെടുകയും, ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു ഗോത്രങ്ങൾ യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും അവർക്ക് സഹായം ചെയ്യരുതെന്ന് അതിലെ വ്യവസ്ഥയായിരുന്നു. ആ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് ആ ബനൂ ബക്കർ ഗോത്രക്കാരെ ഖുറൈശികൾ ആയുധം നൽകി സഹായിച്ചു. അതോടുകൂടെ ആ കരാർ അവിടെ അവസാനിക്കുകയാണ്. അത് വലിയ തലവേദനയാണ് ഖുറൈശികൾക്ക് നൽകുന്നത്. ആ കരാർ എങ്ങനെയെങ്കിലും തിരിച്ചു സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് പ്രവാചകന്റെ അടുത്തേക്ക് ചെല്ലുന്നത് ഇതേ അബൂ സുഫിയാനാണ്. പ്രവാചകന്റെ അടുത്ത് ചെല്ലുന്നു, പ്രവാചകൻ സമ്മതിക്കുന്നില്ല. അബൂബക്കർ തങ്ങളുടെ അടുത്ത് ചെല്ലുന്നു, അബൂബക്കർ തങ്ങളെ സമ്മതിക്കുന്നില്ല. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഉമർ റളിയല്ലാഹു ദേഷ്യത്തോടുകൂടെ കടുത്ത സ്വരത്തിലാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. പിന്നീട് അബൂ സുഫിയാൻ ചെല്ലുന്നത് തൻ്റെ സ്വന്തം മകളായ ഉമ്മു ഹബീബയുടെ പ്രവാചകന്റെ വീട്ടിലേക്കാണ്. പ്രവാചകന്റെ വീട്ടിലേക്ക് അബൂ സുഫിയാൻ കയറി വന്നപ്പോൾ, കട്ടിലിരിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വന്തം മകൾ ആ ഉപ്പയോട് പറയുന്നത് ആ ബെഡിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബെഡിലെ വിരിപ്പ് മുഴുവൻ മാറ്റി കൊടുക്കുകയാണ്. ഇതെൻ്റെ ഭർത്താവായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന വിരിപ്പാണ്, കിടക്കുന്ന കിടക്കയാണ്, അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു യോഗ്യതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മടക്കി വെക്കുന്നത് കാണുന്ന അബൂ സുഫിയാൻ വളരെ വലിയ ആഘാതങ്ങൾ, ആ കാഴ്ചകൾ അബൂ സുഫിയാൻ്റെ മനസ്സിലുണ്ടാക്കുന്നുണ്ട്. താൻ വന്ന കരാർ പൂർത്തീകരിക്കാനോ കരാർ പുനഃസ്ഥാപിക്കാനോ തനിക്കായിട്ടില്ല. മാത്രമല്ല കടുത്ത അപമാനത്തിൽ സ്വന്തം മകളിൽ നിന്ന് പോലും അപമാനിക്കപ്പെടേണ്ടി വരികയും ചെയ്യുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയും സ്വഹാബത്ത് പ്രവാചകനെ സ്നേഹിക്കുന്നതും മുൻപും പലവട്ടം കണ്ട അബൂ സുഫിയാൻ തൻ്റെ സ്വന്തം മകളിൽ നിന്ന് പോലും ഉണ്ടായപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. മാത്രമല്ല ഇസ്ലാം അതിശീഘ്രമായിട്ട് വളരുകയും ചെയ്യുകയാണ്. അതെല്ലാം അബൂ സുഫിയാൻ അത്രയും അടുത്ത് നിന്ന് തന്നെ വീക്ഷിച്ചെടുക്കുകയും ചെയ്യുന്നു. പിന്നീട് ഏറെക്കാലം കഴിയുന്നതിന് മുൻപാണ് ഫത്ഹ് മക്കയും സംഭവിക്കുന്നത്. ഒരു റമദാനിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000 ആളുകളോടൊപ്പം മക്ക കീഴടക്കുന്നതിന് വേണ്ടി മദീനയിൽ നിന്ന് പുറപ്പെടുന്നു. ആ സമയത്താണ് അബൂ സുഫിയാനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തൻ്റെ കൂട്ടുകാരനായിരുന്ന വളരെ രഹസ്യമായിട്ട് ഇസ്ലാം വിശ്വസിച്ച് മക്ക മുശ്രിക്കുകൾക്കിടയിൽ ജീവിക്കുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്ബാസ് പറയുന്നുണ്ട്, അബൂ സുഫിയാൻ ഇപ്പോഴും മുസ്ലിം ആവാനായില്ലേ? ഇപ്പോഴും ഈ ശത്രുതയൊന്നും ഉപേക്ഷിക്കാനായില്ലേ? മുഹമ്മദ് സംഘവും ഈ മക്ക മുഴുവനും കീഴടക്കാൻ പോവുകയാണ് എന്ന വലിയ തിരിച്ചറിവും ചിന്തിക്കാനുള്ള വലിയ വെളിച്ചവും അബൂ സുഫിയാൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരമാണ് ആ അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ സുഫിയാനുമായിട്ട് പ്രവാചകന്റെ അടുത്തേക്ക് പിന്നീട് ചെല്ലുന്നത്. പ്രവാചകൻ ചോദിക്കുന്നത്, വയ്ഹക് യാ അബൂ സുഫിയാൻ, നിനക്ക് നാശ അബൂ സുഫിയാൻ, ഇപ്പോഴും ഇതൊന്നും ഉപേക്ഷിക്കാനായില്ലേ? ഇപ്പോഴും നിനക്ക് അള്ളാഹുവിൽ വിശ്വസിക്കാനായില്ലേ? എത്ര കാലമായി അബൂ സുഫിയാൻ? പ്രവാചകൻ ജനിക്കുന്നതിന് 20 വർഷം മുമ്പ് ജനിച്ചിട്ടുണ്ട്. പ്രവാചകൻ്റെ എല്ലാ അത്ഭുത സിദ്ധികളും അത്രയും ഇസ്ലാം വളർന്ന് പന്തലിക്കുന്നതെല്ലാം സ്വന്തം കണ്ണുകൊണ്ട് കാണേണ്ടി വന്ന അബൂ സുഫിയാനാണ്. യുദ്ധത്തിൽ പരാജയപ്പെട്ടിടത്തും വിജയിച്ചിടത്തും ഒക്കെ കണ്ടായിരുന്ന അബൂ സുഫിയാനാണ്. എന്നിട്ടും നിനക്ക് വിശ്വസിക്കാനായില്ല അബൂ സുഫിയാൻ. മറ്റു പ്രമുഖ നേതാക്കളൊക്കെ ആ കാലയളവായപ്പോഴേക്കും പലരും മരിച്ചു പോവുകയോ പലരും ഇസ്ലാം വിശ്വസിച്ച് ഇസ്ലാമിൻ്റെ പക്ഷത്ത് ചേരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അബൂ സുഫിയാൻ ശത്രുപക്ഷത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നിനക്ക് ഇപ്പോഴും വിശ്വസിക്കാനായില്ല അബൂ സുഫിയാൻ എന്നാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സുഫിയാനോട് ചോദിക്കുന്നത്. അതിനുശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം മറുപടി പറയുന്നത്, ദൈവമുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ സംരക്ഷിക്കട്ടെ എന്നതാണ്. പിന്നീട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഞാൻ പ്രവാചകനാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാനായില്ലേ? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതോടുകൂടെ അബൂ സുഫിയാൻ്റെ ചിന്തയും ചിന്താമണ്ഡലമൊക്കെ മാറി മറിയാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു നിർബന്ധത്തിൽ വഴങ്ങി എന്ന് വേണം നമുക്ക് പുറമേ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ. ആ നിർബന്ധത്തിൽ വഴങ്ങി അബൂ സുഫിയാൻ അവിടെ വെച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ചെല്ലുകയാണ്. അതിനുശേഷം ഫത്ഹ് മക്കയിൽ വെച്ചുകൊണ്ട് അബൂ സുഫിയാന് വലിയ അംഗീകാരമാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നത്. അബൂ സുഫിയാൻ്റെ വീട്ടിൽ കയറിയവർ, ഹക്കീം ബിൻ ഹിസാമിൻ്റെ വീട്ടിൽ കയറിയവർ, കഅബയിൽ കയറിയവർ, സ്വന്തം വീട്ടിൽ കയറിയവർ, ഇസ്ലാം സ്വീകരിച്ചവർ എല്ലാം സുരക്ഷിതരാണ് എന്ന് പറയുമ്പോൾ അവിടെ അബൂ സുഫിയാനെ പ്രത്യേകം എടുത്തു പറയാൻ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവരുടെ നേതാവാണ്, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അത്തരത്തിലൊരു അംഗീകാരം നൽകൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വലിയ ഡിപ്ലോമാറ്റിക്കലായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു എന്ന് വേണം നമുക്ക് ഇന്ന് ചിന്തിക്കുമ്പോൾ അതിനെപ്പറ്റി പറയാൻ. ആ വേളയിൽ തന്നെയാണ് സ്വന്തം ഭാര്യയായിരുന്ന ഹിന്ദു പോലും, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന് കരൾ കടിച്ചു തുപ്പിയിരുന്ന ഹിന്ദു പോലും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് സുഹൈബ് റൂമി അടക്കമുള്ള സ്വഹാബത്തെല്ലാം ചെന്നുകൊണ്ട് അബൂ സുഫിയാനോട് പറയുന്നുണ്ട്, വാള് നിന്റെ തൊണ്ടക്കുഴി വരെ എത്തിയിട്ടുണ്ട്, അവിടെ നിന്നാണ് നീ അബൂ സുഫിയാൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അബൂ സുഫിയാനോട്. കാരണം പല യുദ്ധത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അതുപോലെ ഉഹുദിലടക്കം
പല ഹന്തക്കിലടക്കം പല യുദ്ധങ്ങളിലും അദ്ദേഹം ആ വാളിൻ്റെ മുന്നിൽ ഇരയാവേണ്ടി വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഈ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സംരക്ഷിച്ച് കൊണ്ടെത്തിച്ചത്. ബിലാൽ റളിയല്ലാഹു അൻഹു കഅബക്ക് മുകളിൽ കയറി ബാങ്ക് കൊടുത്തപ്പോൾ പല്ലിറുമ്പിക്കൊണ്ടാണ് അബൂ സുഫിയാൻ ആ കാഴ്ച കാണുന്നത്. കാരണം ബിലാൽ തങ്ങളെ അവർക്ക് അതിനു മുന്നിൽ സങ്കല്പിക്കാൻ പോലും ആയിരുന്നില്ല. ബിലാൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പട്ടണത്തിലൂടെ തെരുവിലൂടെ മുഴുവനും വിവസ്ത്രനാക്കി കയറ് കെട്ടി വലിച്ചേച്ച് കൊണ്ടുപോയിരുന്ന അതേ ബിലാൽ തങ്ങൾ മക്ക മുഴുവനും കീഴടക്കി അത്രയും പവിത്രമായ കഅബക്ക് മുകളിൽ നിന്ന് കയറിക്കൊണ്ട് അഹദ് എന്ന് വിളിച്ചു പറഞ്ഞിരുന്ന അതേ ബിലാൽ തങ്ങൾ ഇവിടെ ബാങ്ക് വിളിക്കാൻ കയറി നിൽക്കുകയാണ്. അബൂ സുഫിയാനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ദഹിക്കാത്തൊരു കാഴ്ചയായിരുന്നു. പല മക്ക മുശ്രിക്കുകളും പറയുന്നുണ്ട്, ഈ കാഴ്ച കാണുന്നതിന് മുമ്പ് ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ ആ കറുകറുത്ത ബിലാലാണോ ആ കഅബക്ക് മുകളിൽ കയറിയിരിക്കുന്നതെന്ന് പോലും പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബിലാൽ തങ്ങൾ ആ കഅബക്ക് മുകളിൽ കയറിയ കാഴ്ചയൊന്നും അബൂ സുഫിയാൻ ദഹിക്കുന്നില്ല. നിമിഷം മുമ്പ് മുസ്ലിം ആയിട്ടുള്ളൂ, അതിൻ്റെ പ്രശ്നമായിരുന്നു അതൊക്കെ. പക്ഷേ പിന്നീട് അങ്ങോട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും കൂടെ ആ ഇസ്ലാമിന് വേണ്ടിയിട്ട് പോരാടി മരിക്കുന്ന അബൂ സുഫിയാനെയാണ് നമ്മൾ കാണുന്നത്. ഹുനൈൻ യുദ്ധവേളയിലേക്ക് ശക്തമായി ഇസ്ലാമിന് വേണ്ടി പോരാടുകയും അവിടുത്തെ ഒരു കണ്ണുപോലും നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പോലും പിന്തിരിഞ്ഞോടാതെ ആ ഇസ്ലാമിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോരാടി വിജയിക്കാൻ അബൂ സുഫിയാൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നജ്റാനിലെ ഗവർണറായിട്ട് അല്പകാലം അബൂ സുഫിയാനെ ഉമർ റളിയല്ലാഹു അൻഹു നിയോഗിക്കുന്നുണ്ട്. മദീനയിൽ 100 വയസ്സായ സമയത്താണ് അബൂ സുഫിയാൻ മരിക്കുന്നത്. ജന്നത്തുൽ ബഖീൽ തന്നെയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തൊക്കെ മറമാടി കിടക്കുന്ന അതേ ജന്നത്തുൽ ബഖീൽ അബൂ സുഫിയാനെയും കാലം ഖബറടക്കുകയാണ്. എത്രയോ തവണ ഇസ്ലാമിനെതിരെ വാളേന്തിയ അതേ മനുഷ്യൻ പിന്നീട് അതേ ഇസ്ലാമിൻ്റെ തീരത്തേക്ക് കടന്നു വരികയും ജന്നത്തുൽ ബഖീൽ അവസാനം മറമാടുകയും ചെയ്യുന്ന അത്രയും പവിത്രമായ ജീവിതമായിട്ട് പിന്നീട് മാറുന്ന അബൂ സുഫിയാൻ. ഒറ്റയടിക്ക് അബൂ സുഫിയാൻ്റെ ജീവിതം നമ്മൾ വായിക്കുമ്പോൾ നിർബന്ധത്തിൽ വഴങ്ങി ഫത്ഹ് മക്കയിൽ മുസ്ലിങ്ങളുടെ അക്രമാദിത്യം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ വലിയ വിജയം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നതായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഡിപ്ലോമാറ്റിക്കലായിട്ടുള്ള സമീപനമാണ് അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് എത്തിച്ചത് എന്നാണ് ആ ചരിത്രം നമ്മോട് പറയുന്നത്. അവസാനിപ്പിക്കുകയാണ്. നാളെ മനോഹരമായ ഒരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാമെന്ന് ആശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.